രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പ്രത്യേക പൂജയും വഴിപാടുകളും. യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റജോ വള്ളംകുളമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും പള്ളിയിൽ പ്രാർത്ഥനയും നടത്തിയത്. നന്നൂർ ദേവീക്ഷേത്രത്തിൽ ശത്രുസംഹാര പൂജയും ഭാഗ്യസൂക്താർച്ചനയും നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് പുതുപ്പള്ളി പള്ളിയിൽ മൂന്നിന്മേൽ കുർബാനയും നടത്തി. രാഹുലിൻ്റെ പ്രതിസന്ധി സമയം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനയും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് റജോ വള്ളംകുളം പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണെങ്കിലും വളർന്നുവരുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ തേജോവധം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പൂജകളും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല, വ്യക്തിപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ് റജോയുടെ വിശദീകരണം. റജോ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പള്ളിയിലും ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത്? എങ്ങനെയാണ്? കോൺഗ്രസ് പ്രസ്ഥാനം പുറത്താക്കിയ വ്യക്തിയാണെങ്കിലും വ്യക്തിപരമായി അറിയാവുന്ന യുവനേതാവെന്ന നിലയിലാണ്, അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലല്ല, വ്യക്തിപരമായ രീതിയിലാണ് ഞാൻ ചെയ്തത്. കാരണം CPM ആണെങ്കിലും BJP ആണെങ്കിലും സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് അതിനിഷ്ഠൂരമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനൊരു വഴിപാട് നടത്താനുള്ള കാരണം. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പള്ളിയിൽ പ്രാർത്ഥനയും ഒക്കെ നടത്തിയിരിക്കുകയാണ്. ഇതൊക്കെ റജോ നേരിട്ട് തന്നെയാണോ പോയി ചെയ്തത്? അതെ അതെ അതെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഭാഗത്ത് തെറ്റില്ല, അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. നമ്മളിപ്പം ഈ ഒരു സൈബർ ആക്രമണം അദ്ദേഹത്തെ ഒരു ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം കണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തത്. റജോയുമായി വ്യക്തിപരമായി അടുപ്പമുള്ള ബന്ധമുള്ള ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതെ, അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. ഇതിന് എന്റെ പ്രസ്ഥാന യൂത്ത് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ല. ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പറഞ്ഞ പോലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയ ആളാണ് രാഹുൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരാളെ തേജോവധം ചെയ്യുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് മാത്രം ചെയ്തതാണ്. ഓക്കെ, അപ്പോ താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലല്ല? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇതുമായിട്ട് പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല. ശത്രുസംഹാര പൂജയൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ രാഹുലിന് ഇനി അങ്ങോട്ട് നല്ല സമയമാകുമെന്ന് വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ വാദം, അല്ലേ? നിയമപ്രകാരം ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കുന്നതും വരെ അദ്ദേഹം നിരപരാധിയാണ്. കോടതി തീരുമാനിക്കുമ്പോഴാണല്ലോ പ്രതിയായി തീരുന്നത്. രാഹുലിന് വേണ്ടി ഇത്തരത്തിൽ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തിയതിനു ശേഷം കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ താങ്കളെ ബന്ധപ്പെടുകയോ ഇതിൽ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ആൾക്കാർക്ക് യോജിപ്പുള്ളവരും ഉണ്ടായിരിക്കാം, പക്ഷെ ആരും വ്യക്തിപരമായിട്ട് ഇതുവരെ അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ചെയ്ത പ്രവൃത്തിയാണ് ഇതെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത്. അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. വളർന്നുവരുന്ന ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലവിലെ അവസ്ഥയിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റജോ വള്ളംകുളം പറയുന്നത്. രാഹുലിൻ്റെ നിലവിലെ പ്രതിസന്ധി ഘട്ടം മാറുന്നതിന് വേണ്ടിയിട്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ പള്ളിയിലും ക്ഷേത്രത്തിലുമൊക്കെ പ്രത്യേക പൂജകളും പ്രാർത്ഥനയും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് റജോയുടെ വിശദീകരണം. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.